തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ കഥ പറയുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരാളുണ്ടായിരുന്നു. കോടികളുടെ സെറ്റൊന്നുമില്ല, സൂപ്പർ താരങ്ങളൊന്നുമില്ല, വലിയ ആക്ഷൻ രംഗങ്ങളുമില്ല. എന്നാൽ 2.5 മണിക്കൂർ സാധാരണക്കാരന്റെ കഥ പറഞ്ഞ് പ്രേക്ഷകനെ അയാൾ തിയേറ്ററിൽ പിടിച്ചിരുത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കെ ഭാഗ്യരാജ്. ഇന്ന് ആ പ്രതിഭയുടെ യാത്ര അവസാനിച്ചു. 73-ാം വയസ്സിൽ ചെന്നൈയിൽ അദ്ദേഹം അന്തരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പൊതുപരിപാടികളിൽ അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം തമിഴ് സിനിമയെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ തിരക്കഥകൾ സിനിമാ സ്കൂളുകളിൽ പോലും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്? 1953-ൽ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ ജനിച്ച കൃഷ്ണസ്വാമി ഭാഗ്യരാജ്. സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. എന്നാൽ സിനിമയിൽ അവസരം നേടുക എളുപ്പമായിരുന്നില്ല. ചെന്നൈയിലെത്തി ചെറിയ ജോലികൾ ചെയ്തു, നിരവധി സ്റ്റുഡിയോകളുടെ പടികൾ കയറി. ഒടുവിൽ അദ്ദേഹത്തിന് കിട്ടിയത് സംവിധായകൻ ഭാരതി രാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോലി. അത് വെറും ജോലി മാത്രമായിരുന്നില്ല, അത് ഭാഗ്യരാജ് എന്ന സിനിമാക്കാരന്റെ സർവകലാശാലയായിരുന്നു. ഭാരതി രാജയുടെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് തിരക്കഥ എങ്ങനെ എഴുതണം, ഒരു രംഗം എങ്ങനെ പ്രേക്ഷകനെ ചിരിപ്പിക്കണം, അതേ രംഗം എങ്ങനെ കരയിപ്പിക്കണം, ഇതെല്ലാം അദ്ദേഹം പഠിച്ചു. ആ പഠനമാണ് പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വ്യത്യസ്തനായ തിരക്കഥാകൃത്തിനെ സൃഷ്ടിച്ചത്. ഭാഗ്യരാജ് സ്വന്തം കഥകൾ എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കഥയിലെ ട്വിസ്റ്റുകളും സാധാരണക്കാരുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന രീതിയും ഭാരതിരാജയെ ആകർഷിച്ചു. പിന്നീട് പല വേദികളിലും ഭാരതിരാജ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അസിസ്റ്റന്റായി വന്ന ആളാണ് പിന്നീട് തിരക്കഥയിൽ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയത്. 1980-കളിൽ ഭാഗ്യരാജിന്റെ ചിത്രങ്ങൾ വലിയ തിയേറ്റർ വിജയങ്ങളായതോടെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ എഴുതാൻ തുടങ്ങി. ഭാരതിരാജയേക്കാൾ വിജയിച്ചത് ഭാഗ്യരാജാണ്. എന്നാൽ ഭാഗ്യരാജിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. ഞാൻ എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ ഭാരതിരാജ സാറാണ്. തൻ്റെ ശിഷ്യനോടുള്ള സ്നേഹം ഭാരതിരാജ പ്രകടിപ്പിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. തൻ്റെ ശിഷ്യന്മാർ കൂടുതൽ ഉയരത്തിൽ പറക്കുമ്പോഴാണ് ഒരു ഗുരു വിജയിക്കുന്നത്. അതായിരുന്നു അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ അടിത്തറ. ഭാഗ്യരാജിന്റെ ആദ്യ സിനിമകൾ തന്നെ തമിഴ് സിനിമയെ ഞെട്ടിച്ചു. അന്ത 7 നാളുകൾ, ഇன்று പോയി നാളെ വാ, ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്, മുന്താണെ മുടിച്ച്. ഓരോ സിനിമയും ഓരോ കഥാപാത്രവും പ്രേക്ഷകരുടെ വീട്ടിലെ ആളുകളെ പോലെയായിരുന്നു. ഭാഗ്യരാജിന്റെ സിനിമയിൽ നായകൻ സൂപ്പർമാൻ അല്ല. അയാൾക്ക് ഭയമുണ്ട്, അയാൾക്ക് തെറ്റുകൾ സംഭവിക്കും, അയാൾ പ്രണയിക്കും, പരാജയപ്പെടും, വീണ്ടും എഴുന്നേൽക്കും. അതാണ് പ്രേക്ഷകരെ അദ്ദേഹത്തോട് അടുപ്പിച്ചത്. എന്തായിരുന്നു ഭാഗ്യരാജിന്റെ പ്രത്യേകത? ഒരു രംഗം തുടങ്ങുമ്പോൾ അതിന്റെ അവസാനം എങ്ങനെയാകുമെന്ന് പ്രേക്ഷകൻ ഊഹിക്കും. പക്ഷേ ഭാഗ്യരാജിന്റെ സിനിമയിൽ അവസാന നിമിഷം വരെ ആ ഊഹം തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് പലരും സ്ക്രീൻ പ്ലേ കിങ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഹാസ്യമുണ്ടായിരുന്നു, റൊമാൻസ് ഉണ്ടായിരുന്നു, കുടുംബ വികാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് അത്യന്തം ബുദ്ധിപരമായ തിരക്കഥയായിരുന്നു. സിനിമ അവസാനിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ എഴുതാൻ സാധിച്ചു എന്ന് പ്രേക്ഷകനെ കൊണ്ട് തിയേറ്ററിൽ ഇരുത്തി ചിന്തിപ്പിക്കുമായിരുന്നു ഭാഗ്യരാജ്. അങ്ങനെ ഒരു മാജിക് അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്നു. ഭാഗ്യരാജ് ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, തിരക്കഥാകൃത്തായിരുന്നു, നല്ലൊരു ഗാനരചയിതാവായിരുന്നു. ചിലപ്പോഴെങ്കിലും എഡിറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെതായ കൈമുദ്ര പതിപ്പിച്ചിരുന്നു, ചില ചിത്രങ്ങളിലെങ്കിലും. ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു വൺമാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അദ്ദേഹം ഹിന്ദിയിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ അഭിനയിച്ച ആഖിരി രാസ്ത പോലുള്ള ചിത്രങ്ങളിലൂടെ ദേശീയ തലത്തിലും അദ്ദേഹം ശ്രദ്ധ നേടി. സിനിമയിൽ സജീവമല്ലാതായ ശേഷവും ഭാഗ്യരാജ് പൊതുജീവിതത്തിൽ സജീവമായിരുന്നു. സിനിമാ പരിപാടികളിൽ പങ്കെടുത്തു, ടെലിവിഷൻ പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു. പുതിയ സംവിധായകരെ അദ്ദേഹം നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നടി കൂടിയായ പൂർണിമ ഭാഗ്യരാജ്, അദ്ദേഹത്തിന്റെ മകൻ ശാന്തനു ഭാഗ്യരാജ് നടൻ കൂടിയാണ്. അവസാന കാലത്ത് വളരെ ശാന്തമായ കുടുംബജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പൊതുവേദികളിൽ പലപ്പോഴും ആരോഗ്യവാനായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ഇന്ന് ഓർമ്മയായത് എന്നത് പലരെയും വേദനിപ്പിച്ചു. സിനിമയിൽ ചിലർ വലിയ ഹിറ്റുകൾ നൽകും, ചിലർ വലിയ താരങ്ങളെ സൃഷ്ടിക്കും. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സിനിമ പറയുന്ന ഭാഷ തന്നെ മാറ്റുന്നത്. കെ ഭാഗ്യരാജ് അത്തരമൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ കാലം മാറിയാലും ജനങ്ങൾ ഓർമ്മിക്കും. അദ്ദേഹം എഴുതിയ തിരക്കഥകൾ പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു നല്ല സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റ് ആവശ്യമില്ല, ഒരു മികച്ച തിരക്കഥ മാത്രം മതിയെന്ന് തന്റെ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച സംവിധായകനായിരുന്നു കെ ഭാഗ്യരാജ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. പക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച കഥകളും കഥാപാത്രങ്ങളും ഇന്ത്യൻ സിനിമയുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. മഹാനായ ആ കലാകാരന് ആദരാഞ്ജലികൾ.